100K പ്രോഫിറ്റ് ആയാലും 10K പ്രോഫിറ്റ് ആയാലും, അതായത് 1 ലക്ഷമോ അല്ലെങ്കിൽ 10,000 രൂപ പ്രോഫിറ്റ് ആയാലും കൂട്ടി വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഈ ട്രേഡിംഗിൽ നഷ്ടമാണെന്നാണ് എന്റെ ഒരു വീഡിയോക്ക് വന്നൊരു കമന്റ് ആണ് ഞാൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താ? പക്ഷേ ഈ ഒരു ലോസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ വെറും 100 രൂപ ഏൺ ചെയ്താൽ പോലും അതിൽ നിന്ന് ചാർജ് കഴിഞ്ഞ് നമുക്ക് ഒരു 40 രൂപയെങ്കിലും നമുക്ക് പ്രോഫിറ്റ് കിട്ടും. പിന്നെ എങ്ങനെയാ നഷ്ടമാവണേ? കാരണം വെച്ചാൽ കറക്റ്റ് ആയിട്ട് റിസ്ക് മാനേജ്മെന്റ് ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ലോസിൽ മാത്രമാണ് നഷ്ടം ഉണ്ടാവുക, അല്ലാണ്ട് ഉണ്ടാക്കുന്ന പ്രോഫിറ്റിൽ നിന്ന് പിന്നെ ചാർജ് കഴിഞ്ഞ് വേറെ നമുക്ക് ഇതൊന്നും വരുന്നില്ല. അപ്പോൾ ഈ ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കുന്നതും നഷ്ടം ഉണ്ടാക്കുന്നതല്ല. ഇപ്പൊ നമ്മൾ ഒരുപാട് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലൊരു പേടി വരും ഇനി നഷ്ടാവും എന്നുള്ളത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ചെറിയ ലോസ് വന്നാലും അല്ലെങ്കിൽ ഇത് വന്നാലും അത് നമ്മുടെ ഫിയറും ഹോപ്പും ആണ് നമ്മുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പൊ അതുപോലെ തന്നെ റിസ്ക് മാനേജ്മെന്റ് നിങ്ങൾ കറക്റ്റ് ആയിട്ട് ചെയ്താൽ എങ്ങനെ നിങ്ങൾ പ്രോഫിറ്റ് ഉണ്ടാക്കി അല്ലെങ്കിൽ എത്ര പ്രോഫിറ്റ് ഉണ്ടാക്കിയാലും അതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ വരുമാനം ട്രേഡിംഗിൽ ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പൊ ഈ കമന്റ് എന്ന് പറയുന്നത് ആൾക്ക് മേ ബി ലോസ് ഉണ്ടായിട്ടുണ്ടാവാം, ഉണ്ടാവാതിരിക്കാം, ആളുടെ അഭിപ്രായമായിരിക്കാം പറഞ്ഞിട്ടുള്ളത്, കുഴപ്പമില്ല. പക്ഷെ ശരിക്കും ട്രേഡിംഗ് നല്ല രീതിക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ചെറിയ വരുമാനം ഡെയിലി ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ വേഗം തന്നെ ഹായ് എന്ന് വാട്സ്ആപ്പ് ചെയ്ത് ബേസിക്സ് പഠിക്കാനുള്ളവരാണെങ്കിൽ ഹായ് എന്ന് വാട്സ്ആപ്പ് ചെയ്യുക. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.